ഒരു യാത്രക്കിറങ്ങി ബസ്സിൽ കയറി ഒരു സ്റ്റോപ്പ് കഴിഞ്ഞു, രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞു, മൂന്നാമത്തെ സ്റ്റോപ്പ് ആയപ്പോഴേക്കും ഒരു പുരുഷൻ മൂത്രമൊഴിക്കാൻ മുട്ടി, പിടിച്ചിരുത്താൻ പറ്റുന്നില്ല. സ്റ്റോപ്പിൽ ഇറങ്ങുന്നു, ബാത്റൂം കണ്ടുപിടിക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, ബാത്റൂമിൽ പോണ വഴിക്ക് ഒന്ന് രണ്ട് തുള്ളി ഇറ്റി ഡ്രസ്സിൽ വീഴുന്നു. അങ്ങനെ വീണ്ടും യാത്ര തുടരുന്നു. വേറൊരു ബസ് എടുക്കുന്നു, രണ്ടു സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങേണ്ടി വരുന്നു, വീണ്ടും ബാത്റൂം തപ്പിയെടുക്കുന്നു, വീണ്ടും പോകുന്നു. അതോടുകൂടി തന്നെ അടിക്കടിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുക. ഇതേ പാറ്റേൺ തന്നെ ഒരു പുരുഷന് രാത്രി പലതവണയായിട്ട് മൂത്രമൊഴിക്കാൻ വേണ്ടി എണീക്കേണ്ടി വരിക. പലതവണ ഉദ്ദേശിക്കുന്നത് രാത്രിയിൽ രണ്ടിൽ കൂടുതൽ തവണ. അങ്ങനെ ഉറക്കത്തിനെ ബാധിക്കുക. രാത്രിയും ഉറക്കമില്ല, പകൽ യാത്ര ചെയ്യാനും പറ്റുന്നില്ല, ജോലി ചെയ്യാനും പറ്റുന്നില്ല. അതോടുകൂടി തന്നെ മൂത്രത്തിന് സ്പീഡ് കുറഞ്ഞു വരുന്നു. ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പുരുഷനാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. ഞാൻ ഡോക്ടർ നിജിൽ അബ്ദുൽ ജലാൽ, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ്, ആൻഡ്രോളജിസ്റ്റ് ആൻഡ് റോബോട്ടിക് സർജനാണ്. എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി? പുരുഷന്മാർക്ക് മൂത്രസഞ്ചിയുടെ താഴ്ഭാഗത്തായിട്ട് ഒരു ചെറുനാരങ്ങ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഓറഞ്ചിൻ്റെ സൈസിൽ ഉള്ള ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. ഈ ഗ്രന്ഥിൻ്റെ നടുവ് കൂടെയാണ് മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പുറത്തോട്ട് പോകുന്നത്, ലിംഗത്തിൻ്റെ അകത്തുകൂടെ. ഒരു 40-45 വയസ്സിന് ശേഷം എല്ലാ പുരുഷന്മാർക്കും ഈ ഗ്രന്ഥിക്ക് ചെറുതായിട്ട് വീക്കം വരാനുള്ള സാധ്യതയുണ്ട്. അത് ഓരോ 10 വർഷം കഴിയുന്തോറും അത് അനുഭവിക്കാനുള്ള പുരുഷന്മാരുടെ അളവ് 10% കൂടുന്നു. അതായത് ഒരു 50 വയസ്സാകുമ്പോഴേക്കും ഏകദേശം ഒരു 40-50% പുരുഷന്മാർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരാറുണ്ട്. ഒരു 60 വയസ്സാകുമ്പോഴേക്കും ഒരു 60-70% പുരുഷന്മാർക്ക്, ഒരു 70 വയസ്സാകുമ്പോഴേക്കും ഒരു 80% പുരുഷന്മാർക്ക്, ഒരു 80 വയസ്സാകുമ്പോഴേക്കും 90-100% പുരുഷന്മാർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ട അവസ്ഥ വരാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം മൂത്രം പോകുന്നതിന് തടസ്സമാവുന്നു. കുറേ നാൾ ആ തടസ്സം നിലനിന്ന് മൂത്രസഞ്ചിക്ക് ബലക്കുറവാണ്. അങ്ങനെ ബലക്കുറവ് വരുമ്പോഴേക്കും മൂത്രം പുറത്തോട്ട് വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നു. നമ്മളൊരു പ്രായം കുറഞ്ഞ ആൾ ഒരു കൊപ്പിക്കൂല്ലേ, നമ്മൾ വായിൻ്റെ അകത്ത് വെള്ളം കുലുക്കി കൊപ്പിളിക്കും നമ്മൾ. അതുപോലെ തന്നെ ഒരു പ്രായമുള്ള ആൾ ഒരു ബെഡിൽ കിടക്കുന്ന അധികം അനങ്ങാൻ പറ്റാത്ത ഒരു അപ്പച്ചൻ കൊപ്പിളിക്കുന്നു. ഒരു യങ് ആയിട്ടുള്ള പ്രായം കുറഞ്ഞ ഒരു പുരുഷൻ നല്ലോണം കൊപ്പിളിക്കാൻ പറ്റും, നല്ലോണം ഫോഴ്സിൽ ആ വെള്ളം തെറിപ്പിക്കാൻ പറ്റും. പക്ഷെ അതേസമയം ഒരു പ്രായമായിട്ടുള്ള ഒരു വൃദ്ധനായിട്ടുള്ള ഒരു അപ്പച്ചന്, ബെഡിൽ കിടക്കുന്ന അധികം ആരോഗ്യമില്ലാത്ത ഒരു അപ്പച്ചന് അധികം ഫോഴ്സിൽ കൊപ്പിളിക്കാൻ പറ്റില്ല. ഇതേപോലെ തന്നെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വന്നിട്ടുണ്ടെങ്കിൽ മൂത്രസഞ്ചിക്ക് വരുന്ന മാറ്റങ്ങൾ. അതായത് മൂത്രസഞ്ചിൻ്റെ മസിലുകളുടെ ബലക്കുറവ് വരുന്നു. അങ്ങനെ ബലക്കുറവ് വരുമ്പോൾ മൂത്രം പുറത്തോട്ട് തള്ളാനായിട്ടുള്ള കപ്പാസിറ്റി കുറയുന്നു. അങ്ങനെ അടിക്കടിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു, മൂത്രത്തിന് സ്പീഡ് കുറഞ്ഞു വരുന്നു, മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലും ഇനിയും ബാക്കി മൂത്രമുണ്ടെന്ന് തോന്നൽ വരുന്നു. ഇതൊക്കെയാണ് പ്രായത്തിനോടനുബന്ധിച്ച് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത്? ഈ ബുദ്ധിമുട്ടിലായിട്ട് സാധാരണ നമ്മുടെ രോഗികൾ സമീപിക്കുന്നത് ഒരു യൂറോളജിസ്റ്റ്, അതായത് മൂത്രാശയ രോഗ വിദഗ്ധനാണ് സമീപിക്കാറുള്ളത്. മൂത്രാശയ രോഗ വിദഗ്ധൻ അഥവാ യൂറോളജിസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പരിശോധിച്ചിട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ടെസ്റ്റുകളുണ്ട്. ഒന്ന് നമ്മുടെ വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ. ആ സ്കാൻ എടുക്കുമ്പോഴേക്കും ഈ ഗ്രന്ഥി വീക്കം എത്രത്തോളം ഉണ്ടെന്നോ മൂത്രം കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു പോകുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. തുടർന്ന് എല്ലാ പുരുഷന്മാരും ഒരു 45 അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് ശേഷം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ബ്ലഡ് ടെസ്റ്റാണ് PSA അഥവാ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ. ഈ ഗ്രന്ഥിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന അർബുദം പോലത്തുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലെന്നാണ് ഈ PSA ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. PSA ടെസ്റ്റ് കൂടി എന്ന് പറയുമ്പോഴേക്കും അത് അർബുദമാവണമെന്നില്ല. അത് ചിലപ്പോൾ മൂത്രത്തടസ്സം കാരണമാകാം, അല്ലെങ്കിൽ മൂത്രത്തിൽ ഒരു അണുബാധ വന്നിട്ടുണ്ടെങ്കിൽ അത് കാരണം PSAൻ്റെ വാല്യൂ കൂടാം. ഇതോടുകൂടി തന്നെ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് ക്രിയാറ്റിൻ എന്നുള്ള ബ്ലഡ് ടെസ്റ്റും പിന്നെ മൂത്രത്തിൽ പഴുപ്പുണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് മൂത്രത്തിൻ്റെ ടെസ്റ്റുകൾ. ഇത്തരം ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് ഒരു 60-70% പുരുഷന്മാർക്ക് പലപ്പോഴും മരുന്നുകളുടെ സഹായത്തോടു കൂടി ഒരു ഭൂരിഭാഗം ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. ഒരു കണക്കുകൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല മരുന്ന് മൂത്രം ഒഴിക്കുന്നതിന് ബുദ്ധിമുട്ടായിട്ട് വരുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം മാറ്റാനായിട്ടുള്ള നല്ല മരുന്ന് കൊടുത്താൽ തന്നെ ഒരു 60-70% പുരുഷന്മാർക്ക് നല്ലൊരു മാറ്റം വരാറുണ്ട്. ഇനി മരുന്ന് കഴിച്ചിട്ട് വലിയ മാറ്റമില്ലാത്തവർ, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നതോട് കൂടി തന്നെ മൂത്രതടസ്സം വന്നിട്ട് യൂറിൻ്റെ ട്യൂബ് ഊരിയിട്ട് മൂത്രം പോകാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ നിരന്തരമായിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരുന്ന പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ മൂത്രം കെട്ടിക്കിടന്നത് കല്ലായി മാറി മൂത്രസഞ്ചിയിൽ കല്ലും അതോടുകൂടി തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും വരുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം കിഡ്നി അഥവാ നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇത്തരം ആൾക്കാർക്കാണ് നമുക്ക് മരുന്നില്ലാത്ത ചികിത്സയെ പറ്റി നമുക്ക് ആലോചിക്കേണ്ടി വരാം. പ്രധാനമായും നമുക്ക് ചികിത്സകളിൽ 5 ചികിത്സകളാണ് നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിന് പുരുഷന്മാർക്ക് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത്. ലോകമെമ്പാടും കഴിഞ്ഞ ഒരു 50-60 വർഷമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു വരുന്ന ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റാണ് TURP അഥവാ ട്രാൻസ് യൂറത്രൽ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. എന്താണ് ഇതിൽ ചെയ്യുന്നത്? മൂത്രനാളിൽ കൂടെ, അതായത് മൂത്രം പുറത്തോട്ട് പോകുന്ന ആ വഴിയിൽ കൂടെ നേരെ ഒരു ക്യാമറ കയറ്റി ഈ തടിച്ചു നിൽക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ ചുരണ്ടി എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് TURP. പിൽക്കാലത്ത് അതിൻ്റെ ഒരു നെക്സ്റ്റ് എവല്യൂഷൻ എന്നുള്ള രീതിയിൽ വന്ന ഒരു ചികിത്സയാണ് ലേസർ പ്രോസ്റ്റേറ്റ് സർജറി അഥവാ ഹോളപ്പ് അല്ല തൂലപ്പ് എന്ന രീതിയിൽ അറിയപ്പെടുന്നു. ഇത് രണ്ടും എന്താ ചെയ്യുന്നത്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്നു. പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്നതോട് കൂടി തന്നെ ആ തടസ്സം മാറിക്കിട്ടുന്നു. പക്ഷെ പലപ്പോഴും ഈ
ചികിത്സ വളരെ നല്ല ചികിത്സയാണ്. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ മൂത്രത്തടസ്സം അനുഭവിക്കുന്ന പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ നിരന്തരമായിട്ട് മൂത്രപ്പഴുപ്പ് വരുന്ന പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കല്ലിൻ്റെ അസുഖം വരുന്ന പുരുഷന്മാർക്ക്, മൂത്രസഞ്ചിയിലെ കല്ലുകൾ വരുന്ന പുരുഷന്മാർക്ക്. പക്ഷേ ഒരു ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് സ്ഖലനമില്ലായ്മ ഈ ചികിത്സകൾ കാരണം ചിലപ്പോൾ ചില പുരുഷന്മാരിൽ വരാറുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പോകുമ്പോഴേക്കും നമ്മുടെ മൂത്രത്തിനെയും സ്ഖലനത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു വാൽവ് ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പോകുന്നതോട് കൂടി തന്നെ അതിൻ്റെ കൂടെ പോവുകയാണ്. ആ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഖലനം ഫ്രണ്ടിലോട്ട് പോകുന്നതിന് പകരം തിരിച്ച് ബാക്കിലോട്ട് പോകും സ്ഖലനത്തിൻ്റെ സമയത്ത്. അങ്ങനെ വരുമ്പോഴേക്കും സ്ഖലനമില്ലായ്മ അവർക്കൊരു ബുദ്ധിമുട്ടായി വരുന്നു. അതിനെ മറികടന്നിട്ടുള്ള സർജറി അല്ലാത്ത നൂതനമായിട്ടുള്ള ചികിത്സകൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. കഴിഞ്ഞൊരു 5 വർഷമായിട്ട് നമുക്ക് ലഭ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് യൂറോ ലിഫ്റ്റ് എന്ന് പറയും. അതായത് വലിയ ഗ്രന്ഥിവീക്കമല്ലാത്ത, നമുക്ക് ഗ്രന്ഥിവീക്കം എന്ന് പറയുമ്പോഴേക്കും യൂറോളജിസ്റ്റിന് റിപ്പോർട്ടുകളും പിന്നെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും സൈഡിലാണ് ഗ്രന്ഥിവീക്കം ഉള്ളത് അല്ലെങ്കിൽ നടുക്കാണ് ഗ്രന്ഥിവീക്കം ഉള്ളത്. സൈഡിൽ മാത്രം ഗ്രന്ഥിവീക്കമുള്ള ചെറിയ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു 10 മിനിറ്റിൻ്റെ പ്രൊസീജിയറാണ് യൂറോ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ക്ലിപ്പുകൾ ഉപയോഗിച്ചിട്ട് ഈ ഇരുവശത്തും തങ്ങി നിൽക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിനെ അകത്തി വെക്കുന്ന ചികിത്സയാണ് യൂറോ ലിഫ്റ്റ്. പിന്നെ വളരെ നൂതനമായിട്ടുള്ള ലഘുവായിട്ടുള്ള ശസ്ത്രക്രിയ അല്ലാത്തൊരു ശസ്ത്രക്രിയയാണ് റിസം വാട്ടർ വേപ്പ് തെറാപ്പി അഥവാ നീരാവി ചികിത്സ എന്ന് പറയും. ഇതിലെന്താ ചെയ്യുന്നത്, ഒരു മെഷീൻ ഉൽപ്പാദിപ്പിക്കുന്ന നീരാവി ഈ ഗ്രന്ഥിൻ്റെ അകത്തോട്ട് മുറിവില്ലാത്ത രീതിയിൽ മൂത്രനാളിൽ കൂടെ ക്യാമറ കയറ്റിയിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്നതോടുകൂടി തന്നെ 2 ആഴ്ച തൊട്ടിട്ട് 2 മാസം വരെയുള്ള ഒരു ആ ഗ്രന്ഥിവീക്കത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. അത് കുറഞ്ഞു വരുന്നതോട് കൂടെ തന്നെ പുരുഷന് മൂത്രസംബന്ധമായിട്ട് ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നു. ഈ 2 ചികിത്സകളും സ്ഖലനമില്ലാത്തൊരു ബുദ്ധിമുട്ട് മാറ്റിത്തരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഓരോ രോഗിക്കും അവർക്ക് തക്കതായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചികിത്സ സെലക്ട് ചെയ്യുന്നത് വളരെ അനിവാര്യമാണ്. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം സ്വീകാര്യത കിട്ടിയേക്കുന്ന ഒരു ചികിത്സയാണ്. അതിനാണ് പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ അഥവാ PI എന്ന് പറയും. കയ്യിലെ രക്തക്കുഴലിൽ കൂടെ അല്ലെങ്കിൽ തുടയിലെ രക്തക്കുഴലിൽ കൂടെ ഈ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു വയറ് പാസ് ചെയ്തിട്ട് ആ വയറ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലോട്ട് രക്തം കൊടുക്കുന്ന രക്തക്കുഴലിനെ ടാർഗറ്റ് ചെയ്തിട്ട് ആ രക്തക്കുഴലിൻ്റെ അകത്ത് ബ്ലോക്ക് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ക്ഷീണിക്കുമല്ലോ. അതുപോലെ തന്നെ ഈ ഗ്രന്ഥിക്ക് രക്തം കിട്ടാതിരിക്കുമ്പോൾ ഗ്രന്ഥിയിൽ നിന്ന് കുറച്ച് ക്ഷീണിക്കും. ആ ക്ഷീണിക്കുന്നതോട് കൂടി തന്നെ ചിലവർക്ക് ആ മൂത്ര സംബന്ധമായിട്ട് ബുദ്ധിമുട്ടിൽ കുറഞ്ഞു കിട്ടാറുണ്ട്. ഇത് എസ്പെഷ്യലി വളരെ ഉപകാരപ്പെടുന്ന ആർക്കൊക്കെയാണ്, ഒന്ന് വയോവൃദ്ധന്മാർക്ക്, ഒരു അനസ്തീഷ്യ അഥവാ ഒരു മയക്കം താങ്ങാൻ പറ്റാത്ത പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ ഒരു സർജറി എന്നുള്ള രീതിയിൽ താങ്ങാൻ പറ്റാത്ത പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ നല്ലോണം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം മൂത്രത്തിൽ രക്തം പോകുന്ന പുരുഷന്മാർക്ക്, ഇത്തരം ആൾക്കാർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു റിസ്ക് കുറവുള്ള ട്രീറ്റ്മെൻറ്റാണ് പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ. അപ്പോൾ ഈ 5 ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ മരുന്നുകളല്ലാത്ത ചികിത്സകൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിനായിട്ട് പുരുഷന്മാർക്ക് നമുക്ക് ഓഫർ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ പ്രധാനമായും നമ്മുടെ ഡയറ്റിൽ നമ്മൾ എണ്ണക്കടികൾ, പൊരിക്കടികൾ, ജങ്ക് ഫുഡ്സ്, അതായത് കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതെല്ലാം കുറക്കുന്നതോട് കൂടി തന്നെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ വീക്കം ഒരു പരിധി വരെ നമുക്ക് ഒരു ലെവലിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതോടുകൂടി തന്നെ നല്ല വ്യായാമം, പിന്നെ നല്ല ഭക്ഷണ രീതി, നല്ല ഉറക്കം, ഇതെല്ലാം ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മുടെ ജനറൽ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുന്നതോട് കൂടി തന്നെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ വീക്കം നമുക്ക് കുറച്ച് വെക്കാൻ പറ്റും. ഇതൊക്കെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തെ പറ്റി എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യപൂർണ്ണമായ ജീവിതം ആശംസിക്കുന്നു. നന്ദി.